ഇന്ന് സംഭവിച്ചത് എന്താണ്? ഇതൊരു ഗുരുതരമായ പ്രശ്നം രൂപപ്പെട്ടു എന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനം നടത്തുന്നു. ഇത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞ് 88 ലക്ഷം രൂപ ബാങ്കിൽ വന്നു എന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നു അത് വരവ് ചെലവ് കണക്ക് ഓഡിറ്റ് ചെയ്ത് അംഗീകരിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സമിതി അംഗീകരിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ പോലൊരു സംഘടന 2,80,00,000 പിരിക്കാൻ ആഹ്വാനം ചെയ്തിട്ട് ബാക്കി പണം വന്നില്ലേ? നിങ്ങൾക്ക് ആ പണം ജനം തന്നില്ലേ? അങ്ങനെ ജനം തരാതിരിക്കാൻ കാരണം നിങ്ങളിലുള്ള അവിശ്വാസം കൊണ്ടാണോ? തന്നിട്ടുണ്ട് എങ്കിൽ അത് ഏത് അക്കൗണ്ടിലേക്ക് പോയി? ആരുടെ കൈകളിൽ പോയി? അതേക്കുറിച്ച് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മിണ്ടാതിരുന്നു? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇപ്പോഴും. താങ്കൾ അതിന് രാഷ്ട്രീയ വിശദീകരണം നൽകിയാൽ ഇതിന് മറുപടി ആവില്ല. കാരണം കണക്ക് വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, ഇതിൻ്റെ രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത്. സജീഷ് ഇവിടെ വരാം. സനോജ് താങ്കൾ അതിന് മറുപടി പറഞ്ഞില്ല. താങ്കൾ കണക്ക് പറഞ്ഞില്ല. കോൺഗ്രസിനോടാണെങ്കിൽ ഞാൻ മറുപടി പറയാം. താങ്കൾ ഞാൻ പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കണക്കിന് മറുപടി ഇല്ല. ഇതിനകത്ത് പറഞ്ഞോളൂ. ഇതിനകത്ത് ഡിവൈഎഫ്ഐ ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. ഇവിടെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ അഭിപ്രായം പറയുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾക്കറിയാലോ, രാഹുൽ മാങ്കൂട്ടം അവിടെ വന്നിട്ട് 30 വീട് പ്രഖ്യാപിക്കുന്നതിന്റെ വീഡിയോ ഞങ്ങളുടെ ഫോണിലുണ്ട്. വേണമെങ്കിൽ ഇപ്പൊ കേൾപ്പിച്ചു തരാം. രാഹുൽ മാങ്കൂട്ടം പറയും എത്രയും പെട്ടെന്ന് ഞങ്ങൾ പണം പിരിച്ച് 30 വീട് നിർമ്മിച്ചു കൊടുക്കും എന്നാണ് അന്ന് പ്രഖ്യാപിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ധാരാളം പണം അവർ നാട്ടിൽ പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിരിക്കുന്ന കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യത്തിന് UDF കോൺഗ്രസ് പ്രതിനിധി ഉത്തരം പറയുന്നില്ല. എന്താ ചോദ്യം? എന്താണ്? 30 വീടിന് നിങ്ങൾ പണം പിരിച്ചു ഇല്ല എന്ന് പറയുന്നുണ്ടോ? ആ പിരിച്ച പണം എത്രയാ എന്ന ചോദ്യം നിങ്ങളുടെ ക്യാമ്പിൽ ചർച്ചയായിട്ട് ഉയർന്നു വന്നു. നിങ്ങൾ നിഷേധിക്കാൻ വേണ്ടി കഴിയുന്നുണ്ടോ? അങ്ങനെ ചർച്ചയായിട്ട് ഉയർന്നു വന്നുകൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടം കുറേ കടലാസം പൊക്കിപ്പിടിച്ചെന്ന് പത്രക്കാർ മുമ്പിൽ വന്നിരിക്കേണ്ടി വന്നത്. അപ്പോൾ 88 ലക്ഷം കൊണ്ട് 30 വീട് നിർമ്മിക്കാൻ വേണ്ടി കഴിയുമോ? എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പോലുള്ളൊരു സംഘടന ജനങ്ങൾക്കിടയിൽ ഇത്രയും വലിയ പ്രഖ്യാപനം നടത്തിയിട്ട് ആ പ്രഖ്യാപനം നടപ്പാക്കാൻ കഴിയാത്ത പോകുന്നൊരു സംഘടനയായി മാറുന്നത്? അത് നിങ്ങൾ ഉത്തരം പറയണം. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് പകരം നിങ്ങൾ പണ്ട് അങ്ങനെ നടന്നിട്ടില്ല ഇങ്ങനെ നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. പിന്നെ കോൺഗ്രസിൻ്റെ സംസ്കാരം നമുക്കറിയാലോ. ഇവരുടെ പഴയ KPCC പ്രസിഡന്റായിട്ടുള്ള CK ഗോവിന്ദൻ നായരുടെ പേരിൽ സ്മാരകം പണിയാൻ വേണ്ടിയിട്ട് പണം പിരിച്ചതിൻ്റെ കണക്ക് പോലും ഇവർക്ക് വെക്കാൻ പറ്റില്ല. സ്മാരകവും ഇല്ല. പിന്നീട് പ്രതിപക്ഷ നേതാവായിട്ടുള്ള CM സ്റ്റീഫൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ പണ്ട് സ്മാരകം പണിയാൻ വേണ്ടി പണം പിരിച്ചിരുന്നു. അതെല്ലാം കോൺഗ്രസിനെ ആ കാലത്ത് ഉലച്ചിട്ടുള്ള സംഭവങ്ങൾ, ചരിത്രമാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതൊന്നും ഉന്നയിച്ചത് CPM നേതാക്കന്മാരല്ല, കോൺഗ്രസ് തന്നെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായിട്ട് നിരവധി നേതാക്കന്മാർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ചിലത് മാത്രം ഞാനിവിടെ പറഞ്ഞത്. ചിറക്കൽ രാജാസ് സ്കൂള് കണ്ണൂരിലാണ്. K. സുധാകരൻ ആ സ്കൂൾ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് നിരവധി കോടികൾ പിരിച്ചിട്ടുണ്ട്. അതിന് കണക്ക് പിന്നീട് ആരും പറഞ്ഞിട്ടില്ല. അത് പി രാമകൃഷ്ണനെ പോലുള്ള ആ കാലത്തെ കോൺഗ്രസ് നേതാക്കന്മാർ അന്ന് ചോദിച്ചു. ആ ചോദിച്ച DCC പ്രസിഡന്റിനെ DCC ഓഫീസിൽ കയറുമ്പോൾ തടഞ്ഞു വെച്ചിട്ട് മുദ്രാവാക്യം വിളിക്കാൻ കുറേ ഗുണ്ടകളെ ഏർപ്പാടാക്കിയത് സുധാകരനാണ്. അങ്ങനെയെല്ലാം നിരവധി ചരിത്രം ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യമായിരിക്കില്ല. പക്ഷേ ഇതൊരു ദുരന്തത്തെ നിങ്ങളെ സ്മാരകത്തിന് വേണ്ടി പിരിക്കുകയോ മുക്കുകയോ എന്തോ ചെയ്തോ, പക്ഷെ ഒരു ദുരന്തമുഖത്ത് വന്നിട്ട് ഷോ കാണിച്ച് പത്രസമ്മേളനം നടത്തി അങ്ങനെ മാധ്യമങ്ങളിൽ നിന്നെല്ലാം വലിയ വാർത്താ കാർഡുകൾ ഇറക്കിയിട്ട് ഞങ്ങളെന്തോ വലിയ സംഭവം നടത്താൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ് പണം പിരിച്ചിട്ട് ആ പണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ പണത്തിൻ്റെ കണക്ക് DYFIക്കാർ ഉപദേശിക്കേണ്ട, നിങ്ങൾ ചോദിക്കാനായിട്ടില്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരുമാതിരി ജനങ്ങളുടെ വെല്ലുവിളിയാണ്. ഞങ്ങൾ ഇതുവരെ ഈ കണക്കുമായി ബന്ധപ്പെട്ട് ഒരു ഉപദേശത്തിനും യൂത്ത് കോൺഗ്രസിന് ഇല്ല. ഞങ്ങൾ യൂത്ത് കോൺഗ്രസിനെ ഉപദേശിക്കാനും ആളല്ല. നിങ്ങളെന്ന് ഉപദേശിച്ച് നന്നാക്കാൻ ഞങ്ങൾ കഴിയുന്ന കാര്യവുമില്ല. പക്ഷെ നിങ്ങളുടെ അനുയായികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. നിങ്ങളുടെ പേരിൽ ഇപ്പോൾ ആരാ കേസ് കൊടുത്തത്? DYFI ആണോ? DYFI അല്ല. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ 30 വീട് കൊടുക്കും എന്ന് വിശ്വസിച്ച് നിങ്ങളത് നടത്തിയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ പണം തന്നു. ആ പണം തന്ന ഒരു വനിതയാണ് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തത്. ഞങ്ങൾക്കറിയുന്ന ആളല്ല. ഇതൊന്നും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതല്ല. ധാരാളം ആളുകൾ ഇനിയും പരാതിയുമായിട്ട് വരുന്നു എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ സമാധാനം പറയേണ്ടി വരും നിങ്ങൾ.